നാളെ സ്കൂൾ ഓർക്കുക അല്ലേ? ഈ വർഷത്തെ പ്രത്യേകതയായിട്ടുള്ള ഈ പുതിയ ന്യൂസിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് കിട്ടിയത്. എന്നാലും ഭൂരിഭാഗം ആളുകളും ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. കാരണം എന്താ, ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത്രയും കൂടുതലാണ്. അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. സിവിയർ പീരീഡ് ക്രാംസ് കാണും, ഹെവി ബ്ലീഡിങ് കാണും. ഇനി നേരത്തെ പ്യൂബർട്ടി ആയ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ മെൻസ്ട്രൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പാരന്റ്സിന്റെ കൺസേൺ, ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബാത്റൂം, നാപ്കിൻ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായ്മ, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും പീരീഡ് ടൈമിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ലോകത്താകമാനം പഠനങ്ങൾ എടുത്താൽ അഡോളസന്റ് ഗേൾസ് സ്കൂൾ ആബ്സെൻസിന്റെ ഏറ്റവും വലിയ കാരണം പീരീഡ് പ്രോബ്ലംസ് തന്നെയാണ്. അപ്പൊ ഇത് ഡീൽ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സൊല്യൂഷനായിട്ട് പറഞ്ഞിട്ടുള്ള ഈ തീരുമാനം ഒരു കാർഡ് അടച്ച് വെടിവെക്കുന്ന പോലെയാണ് തോന്നിയത്. ചുമ്മാ എല്ലാവരെയും പ്രീതിപ്പെടുത്തി അറ്റൻഡൻസ് തന്നങ്ങ് ഒതുക്കി. പ്രശ്നങ്ങളും അവിടെ തന്നെ, നഷ്ടപ്പെടുന്ന ക്ലാസ്സുകളുടെ കണക്കും അവിടെ തന്നെ. അതൊക്കെയല്ലേ ഡീലാക്കേണ്ടത്? സിവിയർ പെയിൻ, ഹെവി ബ്ലീഡിങ്, ഇതൊക്കെ കാരണമാണ് പല കുട്ടികളും ക്ലാസ്സിൽ വരാത്തത്. എന്നാൽ ഇതിൽ എത്ര പേര് അതിനൊക്കെ മെഷേഴ്സ് എടുക്കാറുണ്ട്, സൊല്യൂഷൻസ് കണ്ടെത്താറുണ്ട്, ഡോക്ടറെ കാണാറുണ്ട്? എത്ര പേര് അതിന് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഗൈഡൻസ് എടുക്കാറുണ്ട്, മരുന്ന് എടുക്കാറുണ്ട്? ഇതൊക്കെ സഫർ ചെയ്യേണ്ടതാണ്, മരുന്നെടുക്കാൻ പാടില്ല, എന്നാൽ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വരെ പറയുന്ന ആ സോഷ്യൽ ടാബ് കൊണ്ട് മാത്രം സഫർ ചെയ്യുന്നവരാണ് മിക്ക ആളുകളും. മര്യാദയ്ക്കൊന്ന് ഡോക്ടറെ കാണുന്നത് കൊണ്ട് മാത്രം ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ 90% ആളുകൾക്കും പറ്റുമെന്നുള്ളിടത്ത് ഇവിടെ സൊല്യൂഷൻ പ്രോപ്പർ മെഡിക്കൽ ഗൈഡൻസ് ആണ്. സൊസൈറ്റി നോംസ് മാറ്റുക എന്നുള്ളതാണ്. എന്തോന്നുന്നു? അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എക്സ്ക്യൂസ് കൊടുക്കുക എന്നാക്കിയിരുന്നെങ്കിൽ ഒട്ടുമിക്ക കുട്ടികളും മെഡിക്കൽ ഗൈഡൻസ് എടുത്ത് അവരുടെ പ്രോബ്ലം പോലും സോൾവ് ആക്കിയേനെ, ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതെ. ഇനി സ്കൂളിൽ അടിസ്ഥാന സൗകര്യം ഇല്ലായ്മ, വൃത്തിയുള്ള ടോയ്ലറ്റ്സ്, സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം, അത്യാവശ്യത്തിനുള്ള റെസ്റ്റ് റൂം വിത്ത് ഹോട്ട് ബാഗ്സ്, ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് മിക്ക ഗവൺമെന്റ് സ്കൂളിലും കുട്ടികൾ ലീവ് എടുക്കുന്നത്. അപ്പൊ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതല്ലേ ഇതിനുള്ള പോംവഴി? ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് നിങ്ങൾ വീട്ടിലിരുന്നോളൂ എന്നാണോ പറയേണ്ടത്? അറ്റൻഡൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ, പോകുന്ന ക്ലാസ്സുകളും പഠനവും അവിടെ തന്നെയാണ്. അപ്പൊ ഈ സൊല്യൂഷൻസ് ഒന്നും കാണാതെ ഇത്തരത്തിലുള്ള അവധി കൊടുക്കുന്നത് പലപ്പോഴും കുട്ടികളെ മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കൂടിയാണ് ഒപ്പീനിയൻ വന്നതും എനിക്ക് തോന്നിയതും. എന്താണോ, പീരീഡ്സ് ഉള്ള എല്ലാവർക്കും ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവണമെന്നില്ല. കുട്ടികളല്ലേ, ഉഴപ്പാനും ക്ലാസ് കട്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. ഒഴിച്ചുകൂടാനാവാത്തൊരു ഫാമിലി ഫംഗ്ഷന് പോയിട്ട് വന്നിട്ട് പീരീഡ്സ് ക്രാംസ് ആണെന്ന് പറഞ്ഞ അറ്റൻഡൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്ന കുട്ടികളും, അതല്ല റീസൺ എന്ന് അറിയാമായിരുന്നിട്ടും തെളിയിക്കാൻ പറ്റാതെ നിൽക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ഇനി ഉണ്ടാവില്ലേ? സോ ജനറലൈസ്ഡ് റൂൾസ് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ സൂചിപ്പിക്കുക. പൊങ്കാലിടാൻ വരില്ല കേട്ടോ.